എന്തൊരു സൈലൻസാ ഇവിടെ. എത്ര നല്ല അറ്റ്മോസ്ഫിയർ. ഗംഗയ്ക്ക് ഇഷ്ടമായ? പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എത്ര നല്ല സ്ഥലം. കിടക്കാൻ നേരത്തൊന്ന് വിളിച്ചേക്കണേ നഗലേട്ടാ, എനിക്ക് ഉറക്കം വരുന്നു. ആയിക്കോട്ടെ. ഈ പുസ്തകങ്ങളൊക്കെ ചേച്ചിയുടെയാണോ? അതെല്ലോ. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ, പിന്നെ നമുക്ക് പറ്റിയ സ്ഥലം നോക്കി മാറ്റാം. എന്താ ചേച്ചി ഇത് വായിച്ചിട്ടുണ്ടോ? എന്താ? കോളേജില് എന്നെ പഠിപ്പിക്കുന്ന സാറാ. ആര്? പി മഹാദേവനോ? ആഹാ. പിന്നെ എന്താ? ചേച്ചിക്ക് അറിയാം? ഇല്ല. ചുമ്മാ ചേച്ചിയോട് അമ്മ എല്ലാം പറഞ്ഞു കാണും. ഇല്ലെന്നേ. എന്താ കാര്യം? അല്ലി പറഞ്ഞോളൂ. ഒന്ന് പോ ചേച്ചി. അങ്ങനെ പോയാലോ? കാര്യം പറഞ്ഞാലേ വിടും. എന്താ കാര്യം? സാറെന്നെ കല്യാണാലോചിച്ചിരിക്കുക. ആഹാ, അത് ശരി. എന്നിട്ട് ഇപ്പോഴാണ് അത് പറയുന്നത്? ഒക്കെ നിശ്ചയിച്ചോ? മേഡത്തില്. സാരതേ നമ്മുടെ തൊട്ട അയലത്താ താമസം. എവിടെ? ദാ അവിടെ. എന്റെ പുസ്തകങ്ങളൊക്കെ ഭംഗിയായിട്ടൊന്ന് അടുക്കി വെക്കാൻ പറ്റിയൊരു മുറി വേണല്ലോ അല്ലി. ഞാൻ ഇന്നലെ മുതൽ നോക്കുക. അതിനെന്താ, ഇവിടെ ഇല്ലേ ഇഷ്ടംപോലെ മുറികള്. ചേച്ചി വാ, ഞാൻ കാണിച്ചു തരാം. വെറും ഒരു മുറി പോരാ, എനിക്ക് ആ മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജനാലകളുള്ള മുറി വേണം. വാ, നമുക്കൊന്ന് നോക്കാന്നേ. ആരും ഇതുവഴിയൊന്നും വരാറേ ഇല്ല. ആണോ? വാ നോക്കാം. ചേച്ചി, ദേ ആ മുറി കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. ചേച്ചി, ദേ എന്തോ ജപിച്ചു കിട്ടിയിരിക്കുന്നു. ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. സാരില്ല ചേച്ചി, അച്ഛന്റെ ഈ താക്കോല് കാണും. നമുക്ക് വാങ്ങിച്ചു തുറക്കാം. അമ്മാവനാൻ തോന്നുന്നു. വാ പോവാം. മോളിക്ക് വന്നേ. എവിടെയായിരുന്നു? വെറുതെ മോളില്. ഇതൊരു പഴയ തറവാടായതുകൊണ്ട് ഇവിടെ ചില വെച്ചാരാധനകളൊക്കെ ഉണ്ട്. ആ മുകളിലത്തെ നിലയിൽ തെക്കിനിയുടെ ഭാഗത്തേക്ക് അങ്ങനെ ഇങ്ങനെ ആരും പോകാറ് തന്നെ ഇല്ല. മന്ത്രവിധി പ്രകാരം ചിത്രപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ. ഇപ്പോഴും ആണ്ടുതോറും ദുർഗാഷ്ടമിക്ക് ചില ചടങ്ങുകളൊക്കെ നടത്തി ആ ചിത്രപ്പൂട്ടിൽ ബന്ധനത്തകിട് പൂജിച്ചു കിട്ടും. പണ്ടങ്ങോ ദുർമരണപ്പെട്ട രണ്ട് ആത്മാക്കളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇതൊന്നും വിശ്വാസം വന്നോളൊന്നില്ല.
എന്നാലും മോള് ആ ഭാഗത്തേക്ക് ഇനി പോകണ്ടെന്ന് വെച്ചേക്കണം. ഇത് പറയാനാ ഞാൻ വന്നത്. നമ്മൾ എന്തിനാ വെറുതെ ചത്തുപോയവരോട് വാശി പിടിക്കുന്നത്? ആരൊക്കെയാ ഈ ചത്തുപോയവര്? 150 വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് തഞ്ചാവൂരിൽ നിന്നങ്ങണ്ട ഒരു നൃത്തക്കാരിയെ മേഡമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു, രാമനാഥന്റെ പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട്. എന്തായാലും ഒരിക്കലും നാഗവല്ലിയെ തിരക്കി നമ്മുടെ തെക്കിനിയുടെ തൊട്ടപ്പുറത്തുള്ള വീടാ പടിപ്പുരയ്ക്കല്. എന്തിനു പറയുന്നു, കാർന്നോരെങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നോരെ നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നുകളഞ്ഞു. 8ാം ദിവസം ദുർഗാഷ്ടമി രാത്രിയില് നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്തയക്ഷിയായിട്ട് മാറി കാർന്നവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അരക്കകത്ത് വരെ കയറി ചെന്നാ പറയുന്നേ. കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടുവിൽ രക്ഷപ്പെട്ടു. അതീ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയോടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞടക്കാൻ തുടങ്ങി. പിന്നെ ആലപ്പാറ പോറ്റിമാര് വന്ന് 61 ദിവസം മാന്ത്രിക ക്രിയകളൊക്കെ നടത്തിയിട്ടാ തമിഴത്തിയുടെ ആത്മാവിനെ ആ തെക്കിനി ബന്ധിച്ചത്. ആ പഴയ കാർന്നവരും അവസാനം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യായിരുന്നു. ആ ആത്മാവിനെ ഈ തെക്കിനിക്കകത്ത് തന്നെയാ ബന്ധിച്ചിരിക്കുന്നത്. ഇതൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ട കഥകളാണേ. സത്യം എന്താണെന്ന് ആർക്കറിയാം. ആ പിന്നെ ആ രാമനാഥൻ വന്ന് രഹസ്യമായിട്ട് താമസിച്ച വീട്ടില് ഇപ്പോഴാരാ താമസിക്കുന്നറിയോ? അല്ലിയുടെ ചെക്കനാ, ആ കോളേജ് ലെക്ചറർ. കൽക്കട്ടയിൽ വെച്ച് നകുലേട്ടന്റെ അമ്മ എന്നോട് പറയാറുണ്ട്, ഇവിടെ അമൂല്യങ്ങളായ ഒത്തിരി സാധനങ്ങളൊക്കെ കിടപ്പുണ്ടെന്ന്. ഞാൻ ഇവിടെ എല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ടും എന്തെങ്കിലും ഒരെണ്ണെങ്കിലും കാണണ്ടേ? എനിക്ക് തോന്നുന്നത് എല്ലാം പൂട്ടിയിട്ടിരിക്കുന്ന മുറിക്കകത്ത് കാണുമെന്നാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവ് പോകാതിരിക്കാൻ പണ്ടാരോ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയതായി പ്രേതകഥയൊക്കെ. അപ്പൊ പിന്നെ പേടിച്ചിട്ട് ആരും തുറക്കില്ലല്ലോ. എന്തായാലും എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണണം. എന്താ നകുലേട്ടാ, ഞാൻ തുറന്നോട്ടെ? താൻ തുറക്കടോ. പുതിയ താക്കോല് ഇപ്പഴാ ചന്തു കൊണ്ട് തന്നത്. ആരെങ്കിലും എതിർപ്പും കൊണ്ട് വരുന്നതിന് മുമ്പ് തുറന്നേക്കണേ. ഞാൻ പോട്ടെ, കോളേജിൽ പോണം. പിന്നെ വരേ.
இன்று தாராயோ 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 தோகையின் ஏக்கம் தீராயோ 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 ഗംഗേ വിലക്കപ്പെട്ട മുറിയായിരുന്നു അത്. തെക്കിനി പുതിയ താക്കോല് പണിയിപ്പിച്ചെന്ന് കേട്ടാ ഞാൻ ഓടി വന്നത് തുറക്കരുതെന്ന് പറയാൻ. അപ്പോഴേക്കും അച്ഛനും ഒക്കെ ഇത്രയ്ക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇതിപ്പോ വേണ്ടിയിരുന്നില്ല ഗംഗേ. ഇനിയിപ്പോ എന്തൊക്കെയാ വരുന്നതെന്ന്. താമസിക്കുന്ന വീട്ടിലൊരു മുറി തുറന്നു വെച്ചിട്ട് ഇത്രയ്ക്കൊക്കെ പേടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചിക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? എങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത്? അറിഞ്ഞോ, ആ താക്കോല് പണിഞ്ഞ കൊല്ലം കിടപ്പായിന്ന് ദേഹത്താകെ പൊങ്ങിയിട്ടുണ്ടെന്നാ കേട്ടത്. പിന്നെ താക്കോല് പണിയിക്കാൻ പോയ ആ പയ്യനില്ലേ, ചന്തുവിന്റെ കൂട്ടുകാരൻ ബിച്ചു, അവനും പനിച്ചു തുടങ്ങിന്ന്. ഇനിയിപ്പൊ ഞാനും ചന്തുവും കൂടെ കുറച്ചു നാളത്തേക്ക് ഇങ്ങോട്ടാക്കാൻ താമസം. അല്ലാതെ എങ്ങനെയാ? ഈ ചെറുത്താങ്കോട്ടയ്ക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാ കൂട്ടിനാരെങ്കിലും വേണ്ടേ? വരികയാണെങ്കിൽ എല്ലാവർക്കും കൂടെ അനുഭവിക്കാം.